നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ഓണേഴ്സ് മുംബൈ സമാജാർസ് ലെഗസി വിത്ത് 200 നോട്ട് ഔട്ട് ഡോക്യുമെൻ്ററി റിലീസ്. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനുമാണ് ശ്രീ അമിത് ഷാ. അദ്ദേഹം മുംബൈയിലെ മഹാരാഷ്ട്രയിലെ ഒരു ഇവൻറ്റിൽ 200 നോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ റിലീസ് നടത്തി. ഇത് ആക്ച്വലി മുംബൈ സമാചാർ എന്ന് പറയുന്ന ഒരു പത്രം, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഏഷ്യ. ആ പത്രത്തിനെ ഒരു ജേർണി ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ അമേരിക്കൻസ് ഫീച്ചേഴ്സ് ഇൻ ടൈംസ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ AI 2024. അപ്പോൾ ടൈം 100 എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിൻ്റെ ഇൻ AI 2024 ലിസ്റ്റ് വന്നപ്പോൾ 15 ഇന്ത്യൻസും ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിനകത്ത് സുന്ദർ പിച്ചെ വരുന്നുണ്ട്, സത്യ നദേല വരുന്നുണ്ട്, അനിൽ കപൂർ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. കപൂറിൻ്റെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് AI മിസ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലീഗൽ വിക്ടറി അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് നേടേണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ഇസ്രായേൽസ് ടവർ സെമി കണ്ടക്ടർ ആൻഡ് അദാനീസ് $10 ബില്യൺ ചിപ്പ് പ്രൊജക്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇസ്രായേൽസ് ടവർ സെമി കണ്ടക്ടർ ആൻഡ് ഇന്ത്യ സധാനി ഗ്രൂപ്പ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഏകദേശം 839.47 ബില്യൺ റുപ്പീസ്, അതായത് $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് പ്രൊജക്ട് മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയെ ചിപ്പ് പ്രൊഡക്ഷൻ്റെ ഒരു ഗ്ലോബൽ ഹബ് ആക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു എയിമാണ്. അതിലേക്കുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇത്. അപ്പോൾ ഫാക്സ്കോൺസ് വിഡ്രോവൽ, ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വെഞ്ചൂറിൽ, അതായത് ഈ പറയുന്ന ചിപ്പ് പ്രൊഡക്ഷൻ്റെ വെഞ്ചൂറിൽ ഫാക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനി വിഡ്രോ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ്രായേൽ ടവർ സെമി കണ്ടക്ടറിൽ നിന്ന് നമുക്ക് വരുന്നത്. നെക്സ്റ്റ്, അൾജീരിയൻ പ്രസിഡന്റ് തെബോൺ വിൻസ് സെക്കൻഡ് ടേം വിത്ത് 95% വോട്ട്. അപ്പോൾ അൾജീരിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദൽ മജിദ് തബോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വീണ്ടും സെക്കൻഡ് ടേമിൽ 95% വോട്ടും വാങ്ങിച്ച് റീഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയത് 94.65% ഓഫ് ദി വോട്ടാണ്. നെക്സ്റ്റ്, വിനയ് ഗോയൽ അപ്പോയിന്റഡ് ആസ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഓഫ് NHM. അപ്പോൾ ഡോക്ടർ വിനയ് ഗോയൽ ഒഫീഷ്യലി സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഫോർ ദ നാഷണൽ ഹെൽത്ത് മിഷൻ. NHM എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. അതിൻ്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ജീവൻ ബാബുവിനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇദ്ദേഹത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് മാറ്റിയപ്പോഴാണ്, ജീവൻ ബാബുവിനെ മാറ്റിയപ്പോഴാണ് വിനയ് ഗോയലിന് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയത്. നെക്സ്റ്റ്, ഡോക്ടർ ഗോയൽ എന്ന് പറയുന്ന ഒരു IAS ഓഫീസറാണ്. 2016 ബാച്ചാണ്. അദ്ദേഹം ഡയറക്ടർ ഓഫ് കേരള സ്റ്റേറ്റ് IT മിഷൻ ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ഹെൽത്ത് കേരള. അപ്പോൾ ഇതിലെല്ലാം പ്രൊജക്ട് ഹെഡ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുതിയ റോൾ എന്ന് പറയുന്നത് കേരളയുടെ ഡിജിറ്റൽ ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അരുൺ ഗോയൽ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് അംബാസിഡർ ടു ക്രൊയേഷ്യ. അപ്പോൾ അരുൺ ഗോയൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നെക്സ്റ്റ് ക്രൊയേഷ്യയിലേക്കുള്ള അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹം രാജ്കുമാർ ശ്രീവാസ്തവനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ റോളിനെ കുറിച്ച് അനൗൺസ് ചെയ്തത്. ഗോയൽ 1985 ബാച്ച് IAS ഓഫീസറാണ്, റിട്ടയർഡ് ആണ്, പഞ്ചാബ് കാഡറിൽ നിന്നുള്ള ആളാണ്. പ്രീവിയസ്ലി അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് November 21, 2022 മുതൽ March 9, 2024 വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, തുഹിൻ കാന്ത പാണ്ഡെ അപ്പോയിന്റഡ് ആസ് ന്യൂ ഫിനാൻസ് സെക്രട്ടറി. തുഹിൻ കാന്തെ പാണ്ഡ എന്ന് പറയുന്നത് 1987 ബാച്ച് IAS ഓഫീസറാണ്, ഒഡീഷയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം TV സോംനാഥിനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. TV സോംനാഥിനെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് പുതിയൊരു റോൾ അദ്ദേഹത്തിന് കൊടുത്തു. പാണ്ഡെ പ്രീവിയസ്ലി സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നെക്സ്റ്റ്, രൺധീർ സിംഗ് ഇലക്ടഡ് ആസ് ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. രൺധീർ സിംഗ് എന്ന് പറയുന്ന ഒരു വെറ്ററൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹത്തിന് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു മൊമെന്റസ് ആയിട്ടുള്ള ഇവന്റ് ആണ്. 44th ജനറൽ അസംബ്ലി കോണ്ടിനെന്റൽ ബോഡി ന്യൂഡൽഹിയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്ത്യനെ ഇത്തരത്തിലൊരു പ്രസ്റ്റീജിയസ് പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജാനിക് സിന്നർ ബീറ്റ്സ് ടൈലർ ഫ്രിറ്റ്സ് ടു വിൻ 2024 US ഓപ്പൺ. ജാനിക് സിന്നർ വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ്. സെക്കൻഡ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ US ഓപ്പണിൽ അദ്ദേഹത്തിന് നേടിയിരിക്കുകയാണ്. അദ്ദേഹം ടൈലർ ഫ്രിറ്റ്സിനെയാണ് ഫൈനലിൽ ഡിഫീറ്റ് ചെയ്തത്. അപ്പോൾ ഈ വിക്ടറി എന്ന് പറയുന്നത് സിന്നറിന്റെ വളരെ വലിയൊരു റിമാർക്കബിൾ കംബാക്ക് ആണ്. അദ്ദേഹം ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ചില സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിരുന്നു. അതിൽ നിന്നുള്ള ഒരു വലിയ കംബാക്ക് ആണ് ഈ ഒരു വിക്ടറി എന്ന് പറയുന്നത്.
നെക്സ്റ്റ്, ഇന്ത്യ ബിഡ്സ് ഫോർ 2030 യൂത്ത് ഒളിമ്പിക്സ്. മാണ്ഡവ്യ അഡ്രസ്സസ് OCA ജനറൽ അസംബ്ലി. ഡോക്ടർ മാൻസുഖ് മാണ്ഡവ്യ, ഇന്ത്യൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ്. അദ്ദേഹമാണ് 2030 യൂത്ത് ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞത്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ 44ാമത്തെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പെറു, കൊളംബിയ, മെക്സിക്കോ, തായ്ലൻഡ്, മംഗോളിയ, റഷ്യ, യുക്രൈൻ, ബോസ്നിയ, ഹെർസ്ഗോവിനിയ പോലുള്ള രാജ്യങ്ങളെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അംബീഷനാണ് 2036 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൊയിൻ അലി അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. മൊയിൻ അലി എന്ന് പറയുന്ന ഒരു വേഴ്സറ്റൈൽ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ആണ്. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നുള്ള റിട്ടയർമെന്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അദ്ദേഹം ഓസ്ട്രേലിയയുമായിട്ടുള്ള അപ്കമിങ് വൈറ്റ് ബോൾ സീരീസിൽ അദ്ദേഹം വരുന്നുണ്ട്. അതിൻ്റെ എൻഡ് ഓഫ് അദ്ദേഹം എന്ന് പറയുന്നത് വളരെ വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ വെറ്ററൻ ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും എൻഡ് ഓഫ് ദി എറയാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ. നെക്സ്റ്റ്, റൊണാൾഡോ ബിക്കേം ദ ഫസ്റ്റ് പ്ലെയർ ടു റീച്ച് 900 കാരിയർ ഗോൾസ്. അപ്പോൾ പോർച്ചുഗീസ് ലെജൻഡാണ് റൊണാൾഡോ. അദ്ദേഹം 900 ഗോൾസ് കോമ്പറ്റീറ്റീവ് ക്ലബിനും കൺട്രി ഫുട്ബോളിനും വേണ്ടി നേടുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് 800 ഗോൾസ് റീച്ച് ചെയ്യുന്നത് ഡിസംബർ 2021 നെക്സ്റ്റ്, ഗോവ ചലഞ്ചേഴ്സ് ഡിഫൻസ് UTT ടൈറ്റിൽ. അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ലെവൽ ടേബിൾ ടെന്നീസ് ലീഗാണ് ഇന്ത്യയിൽ നടക്കുന്നത്. 2017 അത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. 8 ടീംസ് ആണുള്ളത്. ഈ ലീഗ് എന്ന് പറയുന്നത് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. അപ്പോൾ ഗോവ ചലഞ്ചേഴ്സ് ആണ് ഇത് ഫസ്റ്റ് ടൈറ്റിൽ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്യുന്ന ടീമായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, അവർ ദബാങ് ഡൽഹി TTCനെയാണ് തോൽപ്പിച്ചത്. നെക്സ്റ്റ്, മൈക്ക് പാണ്ഡെ വിൻസ് 2024 ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ്. അപ്പോൾ റിനൗണ്ട് ഇന്ത്യൻ ഫിലിം മേക്കറും കൺസർവേഷനിസ്റ്റുമാണ് മൈക്ക് പാണ്ഡെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് 2024 ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ് കിട്ടിയത്. വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഗ്ലോബൽ ഓണേഴ്സ് ആണ്. ഇത് വൈൽഡ് ലൈഫ് ആൻഡ് എൻവയോൺമെന്റ് ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് നൽകുന്നത്. ഈ സെറിമണി മേരിലാൻഡ് USA വെച്ചിട്ടാണ് നടന്നത്. നെക്സ്റ്റ്, മിനിസ്റ്റർ ഓഫ് ടൂറിസം ഡെവലപ്സ് ഫസ്റ്റ് എവർ നാഷൻ വൈഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ദേക്കോ അപ്ന ദേശ് പീപ്പിൾസ് ചോയ്സ് കണ്ടസ്റ്റ് 2024. മിനിസ്റ്റർ ഓഫ് ടൂറിസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആദ്യമായിട്ടൊരു നാഷണൽ വൈഡ് IP, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്നത്. ദേക്കോ അപ്ന ദേശ് പീപ്പിൾസ് ചോയ്സ് 2024 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് ഭാരത് കി ജനത എന്ന് പറയുന്ന ഒരു പൾസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പോൾ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് PM നരേന്ദ്രമോദിജി 7 മാർച്ച് 2024 ശ്രീനഗറിൽ വെച്ച് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് 15 സെപ്റ്റംബർ 2024 വരെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് നാഷണൽ വൈഡ് പോള് വഴി സിറ്റിസൺസിന് ഇതിനകത്ത് എൻഗേജ് ചെയ്യിക്കാം. അതുപോലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് പ്രിഫർ ചെയ്യുക. ഏതൊക്കെയാണ് ടൂറിസ്റ്റ് പെർസെപ്ഷൻസ് അക്രോസ് 5 ടൂറിസം കാറ്റഗറീസ് ആണ് ഇതിനകത്ത് വരുന്നത്. സ്പിരിച്വൽ, കൾച്ചർ, ഹെറിറ്റേജ്, നാച്ചർ, വൈൽഡ് ലൈഫ്, അഡ്വഞ്ചർ ആൻഡ് അതേഴ്സ്. ഇത്തരം 5 കാറ്റഗറിക്കകത്ത് ഏതൊക്കെ പ്രിഫേർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ വോട്ടിംഗ് ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഒഡീഷ അൺവീൽസ് ഇന്ത്യസ് ഫസ്റ്റ് സിലിക്കോൺ കാർബൈഡ് ഫെസിലിറ്റി. ഇപ്പോൾ ഒഡീഷ ചീഫ് മിനിസ്റ്റർ മോഹൻ ചരൺ മാഝിയാണ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സെറിമണി ഇന്ത്യയിൽ ആദ്യമായിട്ട് സിലിക്കോൺ കാർബൈഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കൊണ്ടുവരുന്നത്. ഇത് ഒഡീഷയിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 620 കോടിയാണ്. ഈ പ്രൊജക്ട് RIR പവർ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ പവർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയിലെ ലീഡറാണ് ഇവർ. അറ്റ് EMC പാർക്ക്, ഇൻഫോ വാലി, ഭുവനേശ്വർ. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ബയോ ഹൈഡ്രജൻ പ്രൊജക്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യമായിട്ടൊരു ബയോ ഹൈഡ്രജൻ പ്രൊജക്ട് കൊണ്ടുവരാൻ പോകുകയാണ്. ഇത് ഗൻസോൾ എഞ്ചിനീയറിംഗ് ഇൻ കൊളാബറേഷൻ വിത്ത് മെട്രിക്സ് ഗ്യാസ് റിന്യൂവബിൾസ് ആണ് ഇത് ലീഡ് ചെയ്യാൻ പോകുന്നത്. പ്രൊജക്ട് 25 ടൺസോളം ബയോ വേസ്റ്റിനെ 1 ടൺ ഓഫ് ഹൈഡ്രജൻ പെർ ഡേ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. ഈ പ്രൊജക്ട് 18 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി ഇതിന് സാധിക്കും. നെക്സ്റ്റ്, ഇന്ത്യ ബിക്കംസ് വേൾഡ്സ് ടോപ്പ് പ്ലാസ്റ്റിക് പൊല്യൂട്ടർ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂട്ടർ ആയിട്ട് മാറിയിരിക്കുകയാണ്. 9.3 മില്യൺ ടൺസ് പ്ലാസ്റ്റിക് ആണ് ആനുവലി ഇന്ത്യയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ കൺട്രിയുടെ ഒഫീഷ്യൽ വേസ്റ്റ് ജനറേറ്റിംഗ് റേറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.12 kilograms പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്പോട്ട് കിട്ടിയത് നൈജീരിയയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമാണ്. നെക്സ്റ്റ്, ഡൽഹി ഗവൺമെന്റ് ടു ലോഞ്ച് അഭിഷിക്ത് പ്രോഗ്രാം ഫോർ ഹൈ IQ സ്റ്റുഡൻസ്. അപ്പോൾ ഇത് 15 ഓഫ് ഇറ്റ് സ്കൂൾസിൽ നിന്നുള്ള സ്റ്റുഡൻസിനാണ് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഒരു ഇത് കൊടുക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അഭിഷിക്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂംസ് വിൽ സെർവ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 6 and 9 ഫോക്കസിംഗ് ഓൺ നർച്ചറിംഗ് those identified as exceptionally intelligent through a
തറോ സ്ക്രീനിങ് പ്രോസസ്സ്. ഒരു തറോ സ്ക്രീനിങ് പ്രോസസ്സ് നടത്തിക്കൊണ്ട് 7ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ആണ് ഈ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് എക്സെപ്ഷനലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് IQ എബവ് 130 എബവ് ആയിട്ട് IQ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവരാണ് ഈ പ്രോഗ്രാമിന് ക്വാളിഫൈ ആകുന്നത്. നെക്സ്റ്റ്, ഒഡീഷ ലോഞ്ചസ് PM ഉഷ ടു ബൂസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ പ്രധാനമന്ത്രി ഉച്ചഛത് ശിക്ഷ അഭിയാൻ, അതാണ് PM ഉഷ എന്ന് പറയുന്നത്. ഇത് ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുമായിട്ട് സൈൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പോൾ സെൻട്രലാണ് ഇതിനു വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഏകദേശം 500 കോടി രൂപയാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. PM ഉഷ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇനീഷ്യേറ്റീവ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 60% ഓഫ് അലോക്കേറ്റഡ് ഗ്രാൻസ് എന്ന് പറയുന്നത് സെൻട്രലാണ് റിലീസ് ചെയ്യുന്നത്. 40% സ്റ്റേറ്റിൽ ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് 2 ഫേസ് ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് 2013 ലോഞ്ച് ചെയ്തു. സെക്കൻഡ് ഫേസ് 2018 ലോഞ്ച് ചെയ്തു. PM ഉഷ എന്ന് പറയുന്നത് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്കീമിന്റെ ഗോള് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു സ്റ്റേറ്റിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്സസും ഇക്വിറ്റിയും എക്സലൻസും ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, IIT ഗുവാഹട്ടി സയൻസ് എഗ്രിമെന്റ് വിത്ത് എയർബസ് ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ഗ്ലോബൽ ട്രെയിനിങ് സെന്റർ ഇൻ ഗുവാഹട്ടി. അപ്പോൾ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ട്രെയിനിങ് സെന്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഏവിയേഷനും ലോജിസ്റ്റിക് ബിസിനസ്സിനും വേണ്ടിയിട്ട് ഇത് സെന്ററിന്റെ ഉഡാൻ സ്കീമുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ the collaboration will pave the way for Assam to emerge as a logistic hub in providing skilled personnel in aerospace technology. ഇതുവഴി അസാമിൽ നിന്ന് എയറോസ്പേസ് ടെക്നോളജിയിലുള്ള സ്കിൽഡ് പേഴ്സൺസിന്റെ ഒരു ഹബ്ബാക്കിയിട്ട് അതിനെ തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എയർബസ് വിൽ ഇനാബിൾ IIT ഗുവാഹട്ടി ഫാക്കൽറ്റി ടു കണ്ടക്ട് ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാം, allowing them to independently deliver Airbus courses while maintaining the curriculum, materials and tools. അപ്പോൾ IIT ഗുവാഹട്ടിയിൽ നിന്നുള്ള ഫാക്കൽറ്റീസിന് ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ ഇൻഡിപെൻഡൻ്റ്ലി എയർബസ് കോഴ്സസ് ഡെലിവർ ചെയ്യാനും ഇതിൻ്റെ കരിക്കുലം മെറ്റീരിയൽസും ടൂൾസും ഒക്കെ ഇൻഡിപെൻഡൻ്റ്ലി അവർ അലൗ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, കൊൺയാക് യൂണിയൻ സീക്സ് ബൗണ്ടറി കറക്ഷൻ ഫ്രം നാഗാലാൻഡ് CM. അപ്പോൾ ട്രൈബൽ ഗ്രൂപ്പ് ആണ് ഈ കൊൺയാക്ക് എന്ന് പറയുന്നത്. നാഗാലാൻഡിലെ ട്രൈബൽ ഗ്രൂപ്പാണ് കൊൺയാക്ക് യൂണിയൻ എന്ന് പറയുന്നത്. അവർ ചീഫ് മിനിസ്റ്റർ ഓഫ് നാഗാലാൻഡ് നെയ്ഫ്യൂ റിയോനോട് ചില കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ട് അബൌട്ട് ഈ മോൺ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് നാഗാലാൻഡിലുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. ചരാദിയോ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് അസാമിലുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. ഈ 2 ഡിസ്ട്രിക്റ്റിന് ഇടയിലുള്ള ബൗണ്ടറിയിൽ ചില മിസ്റ്റേക്സ് ഉണ്ടെന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതിൽ ചില മിസ്റ്റേക്സ് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ഏകദേശം 80 to 85% ഓഫ് ടിസിറ്റ് ടൗണിൽ കൂടെ, മോൺ ഡിസ്ട്രിക്റ്റിൽ അസാമിലെ ടിസിറ്റ് ടൗണിലൂടെയാണ് കവർ ചെയ്യുന്നത്. നാഗാലാൻഡ് എന്ന് പറയുന്നത് 1963 അസാമിന്റെ ഭാഗമായിരുന്നു. പിന്നീട് അത് സ്റ്റേറ്റ് ആയിട്ട് വന്നത്. നെക്സ്റ്റ്, ന്യൂ അന്റാർട്ടിക് ഡ്രാഗൺ ഫിഷ് സ്പീഷീസ് ഡിസ്കവേർഡ് ബൈ റിസർച്ചേഴ്സ്. അപ്പോൾ ഈ പുതിയ സ്പീഷീസിനെ ബാൻഡഡ് ഡ്രാഗൺ ഫിഷ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ സയന്റിഫിക് നെയിം അക്കറോടാക്സിസ് ഗോൾഡിയ എന്നുള്ള ഇത് ലോറൻസ് M ഗോൾഡ് എന്ന് പറയുന്ന അന്റാർട്ടിക് റിസർച്ച് വെസലിന്റെ നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് 2024. അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത് ഹെൽത്ത് എഫക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതൊരു ഇൻഡിപെൻഡന്റ് US ബേസ്ഡ് നോൺ പ്രോഫിറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. യൂണിസെഫുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് എയർ ക്വാളിറ്റിയും എയർ ക്വാളിറ്റി കൊണ്ടുള്ള എയർ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ദുഷിച്ച ഹെയർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഹെൽത്ത് ഇമ്പാക്ട്സ് ഒക്കെ വേൾഡ് വൈഡ് കൺട്രീസിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലീഡിംഗ് ഗ്ലോബൽ റിസ്ക് ഫാക്ടർ ആയിട്ട്, ഡെത്തിന് കാരണമാകുന്ന ഒരു സെക്കൻഡ് ലീഡിംഗ് ഗ്ലോബൽ റിസ്ക് ഫാക്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ടൊബാക്കോയും ഡയബറ്റീസ് ആണ് ഫസ്റ്റ് ഒരു പൊസിഷനിൽ വരുന്നത്. ടോപ്പ് വരുന്നത് ഏറ്റവും പിന്നെ ടോപ്പ് വരുന്ന ഹൈപ്പർ ടെൻഷൻ ഒക്കെയാണ്. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, പക്ഷാഘാതം, തളർന്നു കിടക്കുന്നത്, ഡയബറ്റീസ്, ലങ് ക്യാൻസർ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, ഇതൊക്കെ 90% ഓഫ് എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. അപ്പോൾ 10 ഡെത്തിൽ 6 എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ കാരണമാണ് ഇപ്പോൾ കോസ് ചെയ്യുന്നത്. മെയിനായിട്ട് PM 2.5 പാർട്ടിക്കിൾ, അതായത് പാർട്ടിക്കുലർ മാറ്റർ 2.5 പാർട്ടിക്കിൾ കാരണമാണ് ഇത് കോസ് ചെയ്യുന്നത്.
India and China together account for 54% of total global disease burden due to air pollution in 2024. 2021 എയർ പൊല്യൂഷൻ്റെ ഒരു ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ചൈനയിലും ഇന്ത്യയിലും മാത്രമായിട്ട് 54% ഓഫ് ഡെത്തിന് കാരണവും എയർ പൊല്യൂഷനാണ്. ഇന്ത്യയിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ചിൽഡ്രൻസ്, അത് അണ്ടർ 5-ന്റെ ഉള്ളിൽ വരുന്ന ചിൽഡ്രൻസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എയർ പൊല്യൂഷൻ 2021 റിപ്പോർട്ട് പ്രകാരം. നെക്സ്റ്റ്, യോഗാസന സെക്യൂർസ് സ്പോട്ട് അസ് ഡെമോൺസ്ട്രേഷൻ സ്പോട്ട് ഇൻ 2026 ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ട്രഡീഷണൽ ഇന്ത്യൻ സ്പോർട്സിന്. യോഗാസന എന്ന് പറയുന്നത് ഒഫീഷ്യലി ഡെമോൺസ്ട്രേഷൻ സ്പോട്ടായിട്ട് അപ്കമിങ് 2026 ഏഷ്യൻ ഗെയിംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അത് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ എയ്ച്ചി നഗോയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ യോഗയെ ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ കിട്ടുന്ന ഒരു മൊമെൻറ്റും കൂടെയാണ് ഈ ഒരു 2026 ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. Next, RBI imposes penalties on Godrej Housing, Hudco and Aadhar Housing Finance. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 3 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് പെനാൾട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഈ കമ്പനീസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന് അവർ കൊടുക്കേണ്ട ഡയറക്ടീവ്സിൽ നിന്ന് അവർ പിൻവാങ്ങിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരതിൽ മാറ്റം വരുത്തിയതുകൊണ്ടാണ് ഇവർക്ക് പെനാൾട്ടി കിട്ടിയത്. പെനാൾട്ടി എന്ന് പറയുന്നത് ഗോദ്രേജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിനും ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിനും 5 ലക്ഷം രൂപ വീതമാണ് ഫൈൻ ഇട്ടിരിക്കുന്നത്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഹുഡ്കോയ്ക്ക് 3.5 ലക്ഷം രൂപയാണ് പെനാൾട്ടി ഇട്ടിരിക്കുന്നത്. Next, World Trade Center to anchor ambitious AI city near Hyderabad. ഗവൺമെന്റ് ഓഫ് തെലങ്കാന ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ് ഗ്ലോബൽ AI ഹബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ വേൾഡ് ട്രേഡ് സെന്റേഴ്സ് അസോസിയേഷനുമായിട്ട് ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തു, ഒരു വേൾഡ് ട്രേഡ് സെന്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിനടുത്തുള്ള AI സിറ്റി എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ്. നെക്സ്റ്റ്, India-US Joint Military Exercise Youth Abhyas 2024. അപ്പോൾ 20th എഡിഷൻ ഓഫ് India-US Joint Military Exercise Youth Abhyas ആണ് ഇപ്രാവശ്യം നടന്നത്. സെപ്റ്റംബർ 9, 2024 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നടക്കുന്നത് രാജസ്ഥാനിലെ ഫോറിൻ ട്രെയിനിങ് നോഡ് ഇൻ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചസിലാണ്. ഇതൊരു ആനുവൽ എക്സസൈസ് ആണ്. ഇത് ഇന്ത്യയും US ആയിട്ട് ഓൾട്ടർനേറ്റ് ചെയ്താണ് നടക്കുന്നത് 2004 മുതൽ തന്നെ. ഇത് ശരിക്കും ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു റിമാർക്കിംഗ് മിലിറ്ററി ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ സിറ്റീസ് റെക്കഗ്നൈസ്ഡ് ഫോർ എയർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് സ്വച്ഛ് വായു സർവേക്ഷൻ 2024. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് റെക്കഗ്നീഷൻ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എയർ പൊല്യൂഷനിൽ ഇന്ത്യ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്ട്രിയാണ് നാഷണൽ ക്ലീൻ എയർ സിറ്റി അവാർഡ്സ് കൊടുത്തത് ഡ്യൂറിങ് സ്വച്ഛ് വായു സർവേക്ഷൻ 2024 ഭാഗമായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ത്യയിലെ സിറ്റീസ് എയർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് റെക്കഗ്നൈസ് ചെയ്തു എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ ഇവൻറ്റിൽ നാഷണൽ വർക്ക്ഷോപ്പ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് നടത്തി ജയ്പൂരിൽ കഴിഞ്ഞ ഒരു സാറ്റർഡേയിൽ. അപ്പോൾ ശരിക്കും ഇന്ത്യൻ സിറ്റീസ് അവരുടെ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനകത്ത് അവർ പറയുന്നത്. നെക്സ്റ്റ്, 11th സെപ്റ്റംബർ നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ ആണ്. അപ്പം നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ എന്ന് പറയുന്നത് ആനുവലി ഇന്ത്യയിൽ കൺട്രിയിലെ ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് നഷ്ടപ്പെട്ട സാക്രിഫൈസ് ചെയ്ത ആളുകളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡേറ്റ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 2013 ചൂസ് ചെയ്യുന്നത്. 11th സെപ്റ്റംബർ എന്ന് പറയുന്ന ഡേറ്റ് ആണ് അവർ ചൂസ് ചെയ്തത്. ഈ ഡേ ആണ് കെജാർലി മസാക്രി 1730 നടന്നത്. വെൻ മാർവാർ മഹാരാജ അഭയ് സിംഗ് ഓഫ് രാജസ്ഥാൻ ഓർഡേർഡ് ദ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ഇൻ ദ കെജാർലി വില്ലേജ് ഫോർ ടിമ്പർ ടു ബിൽഡ് എ ന്യൂ പാലസ്. അപ്പോൾ ഒരു പുതിയ പാലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെജാർലി വില്ലേജിൽ, രാജസ്ഥാനിലൊരു വില്ലേജാണ്, മാർവാർ മഹാരാജ അഭയ് സിംഗ് അവിടുത്തെ ട്രീസ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിഷ്ണോയ് കമ്മ്യൂണിറ്റി ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ട്രീസ് കട്ട് ചെയ്യുന്നത് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്ത ആൾക്കാരാണ് ബിഷ്ണോയ് കമ്മിറ്റി. അതിന് കമ്മ്യൂണിറ്റിനെ ലീഡ് ചെയ്ത ഒരാളുടെ പേരാണ് അമൃത ദേവി ബിഷ്ണോയ് എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ അവർ ഒപ്പോസ് ചെയ്യുകയും ഈ ഒരു ട്രീസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, 11th സെപ്റ്റംബർ ദിഗ്വിജയ് ദിവസം കൂടെയാണ്. ദിഗ്വിജയ് ദിവസം എന്ന് പറയുന്ന ആനുവലി സ്വാമി വിവേകാനന്ദന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്പീച്ച് അദ്ദേഹം വേൾഡ് റിലീജിയൻ ഇൻ ചിക്കാഗോയിൽ വെച്ചിട്ട് പാർലമെന്റ് 1993 അദ്ദേഹം ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തു. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഡേ ആണ് ദിഗ്വിജയ് ദിവസം എന്ന് പറയുന്നത്.
ഇതിന് വേണ്ട ഈ ഒരു സെലിബ്രേഷന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുത്തത് PM നരേന്ദ്രമോദിജി 2010 നെക്സ്റ്റ് ഓട്ടോബയോഗ്രഫി ഓഫ് ഫോമർ യൂണിയൻ മിനിസ്റ്റർ സുശീൽ കുമാർ ഷിൻഡെ 5 decades in politics. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് 5 decades in politics എന്നാണ് പേര്. റിട്ടേൺ ചെയ്ത ജേർണലിസ്റ്റും ഓതറും ആയിട്ടുള്ള റഷീദ് കിഡ്വായി ആണ്. പബ്ലിഷ് ചെയ്ത് ഹാർപ്പർ കോളിൻസ് ഇന്ത്യ ആണ്. അപ്പോൾ മഹാരാഷ്ട്ര CM ആയിരുന്നു അദ്ദേഹം 2003 മുതൽ 2004 വരെ. അതുപോലെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ട് 2012 മുതൽ 2014 വരെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ഗവർണറായിട്ട് 2004 മുതൽ 2006 വരെയും, അതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം ഈ പൊസിഷനിലെല്ലാം ഇരുന്നിട്ടുണ്ട്. നെക്സ്റ്റ് അമിത്ഷാ റീ ഇലക്റ്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് പാർലമെന്ററി കമ്മിറ്റി ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജ്. മിസ്റ്റർ അമിത്ഷാ എന്ന് പറയുന്നത് 2019 മുതൽ 2024 വരെ കണ്ടിന്യൂസ് ആയിട്ട് പാർലമെന്ററി കമ്മിറ്റി ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ ചെയർപേഴ്സൺ ആണ്. അപ്പോൾ പാസ്റ്റ് 10 years ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഹിന്ദിയെ ഒരു ensure that Hindi became a friend of all local languages and did not compete with any language. ശരിക്കും നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് പല സ്ഥലങ്ങളും നിർബന്ധപൂർവ്വം അത് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഇത് വരാറുണ്ട്. അപ്പോൾ ഹിന്ദി ഒരിക്കലും ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു നയമാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. 1976 പാർലമെന്ററി കമ്മിറ്റി ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1963 സെക്ഷൻ 4 പ്രകാരമാണ്. ഈ കമ്മിറ്റിക്കകത്ത് 30 മെമ്പേഴ്സാണ് ഉണ്ടാകുക. പാർലമെന്റിൽ നിന്ന് തന്നെയുള്ള 30 മെമ്പേഴ്സ്. അതിൽ 20 പേര് ലോക്സഭയിൽ നിന്നും 10 പേര് രാജ്യസഭയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് രാജേഷ് വർമ്മ അസ്യൂം ചാർജ് ആസ് CAQM ചെയർപേഴ്സൺ. CAQM എന്ന് പറയുന്നത് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അതിന്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് രാജേഷ് വർമ്മേനെയാണ്. അപ്പോൾ അദ്ദേഹം സെക്രട്ടറി ഓഫ് പ്രസിഡന്റ് മുർമു ആയിട്ട് പ്രീവിയർ ഒരു 31 August 2024 വരെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ MM കുട്ടിയെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് ഈ പൊസിഷനിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ആർമി സെലിബ്രേറ്റഡ് 100th ബർത്ത്ഡേ ഓഫ് WW2 വെറ്ററൻ ലാൻസ് നായക് ചരൺ സിംഗ് ഇൻ പഞ്ചാബ്സ് റോപ്പാർ ഡിസ്ട്രിക്ട്. ചരൺ സിംഗ് എന്ന് പറയുന്നത് September 7, 1924 ജനിച്ചത്. അദ്ദേഹം 1942 ആർമിയിൽ ജോയിൻ ചെയ്തു. 1959 അദ്ദേഹം റിട്ടയർ ചെയ്തു സർവീസിൽ നിന്ന്. അദ്ദേഹം റോയൽ ഇന്ത്യൻ ആർമി സർവീസ് കോർപ്സിന്റെ സെർവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വേൾഡ്സ് ഫസ്റ്റ് ഏഷ്യൻ കിങ് വോൾച്ചർ കൺസർവേഷൻ സെന്റർ ഇനോഗ്രേറ്റഡ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ഇൻ ബരിവാസെ കാംബർഗഞ്ച് റേഞ്ച് ഓഫ് ഖൊരഗ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ മഹാരാജ്ഗഞ്ച്. അപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥാണ്. വേൾഡിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചറിന് വേണ്ടിയിട്ടുള്ള കൺസർവേഷൻ ബ്രീഡിംഗ് സെന്റർ ആണിത്. അല്ലെങ്കിൽ റെഡ് ഹെഡഡ് വൾച്ചർ എന്നും നമ്മൾ പറയും. അപ്പോൾ ജഡായു സെന്റർ എന്ന് പറയുന്നത് 40 pairs ഓഫ് വൾച്ചേഴ്സിനെ നെക്സ്റ്റ് 8 to 10 yearsനുള്ളിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ബേർഡ് എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ് ലോസ് കാരണവും ഹ്യൂമൻസിൻ്റെ ഇൻഡിസ്ക്രിമിനേറ്റ് ഡൈക്ലോഫെനാക്കിൻ്റെ യൂസ് കാരണവും നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിൻ്റെ യൂസ് കാരണമൊക്കെ ഈ ബേർഡ് ഒരുപാട് ത്രെട്ടൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കിങ് വൾച്ചറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സാർക്കോഗൈപ്പസ് കാൽവസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബേർഡ് മെയിൻലി നോർത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. ഇതിനെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് IUCNന്റെ റെഡ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കർണാടക ഗവൺമെന്റ് ലോഞ്ച്ഡ് നിപുണ കർണാടക. ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലുള്ള യൂത്തിനെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യിക്കുക, അതിന് അതുവഴി IT സെക്ടർ ഗ്രോ ചെയ്യിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇതിന് വേണ്ട ഒരു സ്ട്രാറ്റജിക് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ഫ്രഷ് ആയിട്ട് വരുന്ന ഗ്രാജുവേറ്റ്സും തമ്മിലുള്ള ഒരു സ്കിൽ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതുവഴി എഞ്ചിനീയേഴ്സിനെ അതുപോലെ സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഇവരെ വളർത്തിക്കൊണ്ടുവരാനും എയിം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സുഗമ്യ ഭാരത് ആപ്പ്. ഇപ്പോൾ ന്യൂസിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ more than 1400 കംപ്ലയിൻറ്റ്സ് ഇതിൻ്റെ ആക്സസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരികയുണ്ടായിരുന്നു. ഇത് ലോഞ്ച് ചെയ്ത് 2021 സുഗമ്യ ഭാരത് ആപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇത് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതായത് ആക്സസിബിലിറ്റി ഇപ്പോൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലോ ട്രാൻസ്പോർട്ടേഷനിലോ ബിൽഡിങ്ങിലോ ഒക്കെ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ആക്സസിബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് PM മോദി ചെയേഴ്സ് ഇനാഗുറൽ ഗവർണിംഗ് ബോർഡ് മീറ്റിംഗ് ഓഫ് അനുസാധൻ ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇൻ ന്യൂഡൽഹി. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി
ഫസ്റ്റ് ഗവേണിംഗ് ബോർഡ് മീറ്റിംഗ് ആദ്യമായിട്ട് പുതുതായിട്ട് ഫോം ചെയ്ത അനുസാദൻ നാഷണൽ ഹിസ്റ്ററി ഫൗണ്ടേഷൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ANRF എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റെക്കമെൻഡേഷനോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇത് ANRF ആക്ട് 2023 കീഴിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിനെയും കോളേജസിനെയും റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കോർഡിനേറ്റ് ചെയ്യാനും അതിനുവേണ്ട ഫണ്ട് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് 50,000 crores ആണ് ഓവർ 5 ഇയേഴ്സിന് വേണ്ടിയിട്ട്. അതിൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 14,000 crores ആണ്. റെസ്റ്റ് വരുന്നത് നോൺ ഗവൺമെൻറ്റൽ സോഴ്സസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നും ഫിലാന്ത്രോപ്പിസ്റ്റുകളിൽ നിന്നൊക്കെയാണ്. നെക്സ്റ്റ്, ഇന്ത്യ ടു ഹോസ്റ്റ് സെക്കൻഡ് ഏഷ്യ പസഫിക് മിനിസ്ട്രിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ. അപ്പോൾ സെക്കൻഡ് ഏഷ്യ പസഫിക് മിനിസ്ട്രിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ 11 മുതൽ 12 സെപ്റ്റംബർ 2024 വരെ ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഈ ഇവന്റ് കോഹോസ്റ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മിനിസ്ട്രിയൽ കോൺഫറൻസ് ഏഷ്യ പസഫിക് റീജിയൻ നടന്നത് 2018 ബെയ്ജിംഗ്, ചൈനയിൽ വെച്ചിട്ടാണ്. 2024 എന്ന് പറയുന്നത് 80th ആനിവേഴ്സറിയാണ് ഈ ചിക്കാഗോ കൺവെൻഷനിനകത്ത് 1944 54 കൺട്രീസ് സൈൻ ചെയ്തിരുന്നു. അതിൻ്റെ 80th ആനിവേഴ്സറിയും കൂടെ ഇതിൻ്റെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. മെയിനായിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ബൈ എയർ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ക്രിയേഷൻ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വളരെ ലാൻഡ്മാർക്കുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു ചിക്കാഗോ കൺവെൻഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ 80th ആനിവേഴ്സറിയും 2024 വരുന്നുണ്ട്. Next, PM Modi ji inaugurates Semicon India 2024 in Greater Noida. Prime Minister Narendra Modi ji inaugurated Semicon India 2024 on September 11 at India Expo Mart in Greater Noida, Uttar Pradesh. അപ്പോൾ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഷേപ്പിംഗ് ദ സെമി കണ്ടക്ടർ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. ഇതൊരു 3-day കോൺഫറൻസ് ആണ്. സെപ്റ്റംബർ 11 മുതൽ 13 വരെയാണ് നടന്നത്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സ്ട്രാറ്റജിയും പോളിസിയും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യ ടു ഓർഗനൈസ് ഫസ്റ്റ് ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ്. അപ്പോൾ ഇന്റർനാഷണൽ കോർപ്പറേറ്റീവ് അലയൻസ് അതിൻ്റെ ജനറൽ അസംബ്ലിയും ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് 2024 നവംബർ 25 മുതൽ നവംബർ 30, 2024 വരെ ഭാരത് മണ്ഡപം പ്രകൃതി മൈതാൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെറിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് UN ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് 2025. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. നെക്സ്റ്റ്, അമിത്ഷാ അഡ്രസ്ഡ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റേഴ്സ് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡേ. ഇത് ന്യൂഡൽഹിയിൽ 10th സെപ്റ്റംബറിലാണ് നടന്നത്. 14C എന്ന് പറയുന്ന ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒക്ടോബർ 2018 അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. നെക്സ്റ്റ്, കീ ഇനീഷ്യേറ്റീവ് ഫോർ ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സൈബർ ക്രൈം. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാം തന്നെയാണ് സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെൻറ്റർ കൊണ്ടുവന്നു. അതുപോലെ വെബ് ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾ ആയിട്ടുള്ള സാമൻ വായ, അതൊരു പ്ലാറ്റ്ഫോമാണ് സൈബർ ക്രൈം ഡാറ്റ റിപ്പോസിറ്ററിക്കും ഷെയറിങ്ങിനും മാപ്പിങ്ങിനും അനലിറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ കോർഡിനേഷനൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ സൈബർ കമാൻഡോസ് പ്രോഗ്രാംസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിനകത്ത് സ്റ്റേറ്റിൽ നിന്നും യൂട്ടീസിൽ നിന്നൊക്കെയുള്ള ട്രെയിൻഡ് പേഴ്സണാലിറ്റീസിനെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലൊക്കെ അവരെ കോർഡിനേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ സസ്പെക്ട് രജിസ്ട്രി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഡെവലപ്പ് ചെയ്തു. ഇത് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിൻ്റെ കൊളാബറേഷനോട് കൂടിയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യ ആൻഡ് UAE സൈൻ 5 agreements ഫോർ കോർപ്പറേഷൻ ഇൻ വേരിയസ് ഫീൽഡ് ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയർ എനർജി ആൻഡ് പെട്രോളിയം. അപ്പോൾ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇവർ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയും UAEയും തമ്മിൽ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള PM മോദിജിയും അതുപോലെ UAEയിലെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള അബുദാബിയിലെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള ഷെയ്ഖ് ഖലീദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും കൂടെ ചേർന്നിട്ടാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തത്. അബുദാബി എമിറേറ്റ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി 7 എമിറേറ്റ്സ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അപ്പോൾ ഇത് UAE ലാൻഡ് ഏരിയയുടെ 3/4 ഇതിനകത്താണ് വരുന്നത്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഫോർ UAE ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയും UAEയും കൂടിയിട്ട് സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്ത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷനും തമ്മിലാണ്. ഇതൊരു ലോങ് ടേം സപ്ലൈ ഓഫ് LNG ആയിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ഉർജാത് ഭാരതും ADNOC ഫോർ അബുദാബി ഓൺഷോർ ബ്ലോക്ക് 1 ഓയിൽ ഫീൽഡുമായിട്ട് ചേർന്നിട്ട് ഈ ലോങ് ടൈം സപ്ലൈ ഓഫ് LNGക്ക് വേണ്ടിയിട്ടും ഒരു
എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഗുജറാത്തും അബുദാബി ഡെവലപ്മെന്റൽ ഹോൾഡിംഗ് കമ്പനി PJSCയും കൂടെ ചേർന്നിട്ട് ഫുഡ് പാർക്സ് ഗുണ്ടപ്പാറ, ബാവ്ല, അഹമ്മദാബാദ് റീജിയൻസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, റിസർച്ചേഴ്സ് ഡിസ്കവർ 6 ന്യൂ ഡാൻസിംഗ് ഗേൾസ് ജിഞ്ചർ സ്പീഷീസ് ഇൻ ഇന്ത്യ. അപ്പോൾ 2 സയന്റിസ്റ്റുകൾ, അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിൽ നിന്നുള്ള ഭോപ്പാലിൽ നിന്നുള്ള 2 സയന്റിസ്റ്റുകളാണ് പുതിയ 6 സ്പീഷീസ് ഗ്ലോബ ജീനസിൽ വരുന്ന 6 സ്പീഷീസിൽ ജിഞ്ചർ ഫാമിലിയിൽ വരുന്ന, ജിഞ്ചർ എന്ന് പറഞ്ഞാൽ സിഞ്ചിബറേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ കോമൺ നെയിംസ് എന്ന് പറയുന്നത് ഈ ജീനസിന്റെ കോമൺ നെയിം ഡാൻസിങ് ഗേൾ അല്ലെങ്കിൽ ഡാൻസിങ് ലേഡി ജിഞ്ചർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ സ്പീഷീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബ കോർണിക്കുലേറ്റ, ഗ്ലോബ പാസി ബംഗാളൻസിസ്, ഗ്ലോബ പോളിമോർഫ എന്നുള്ളതൊക്കെയാണ്. ഇത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ആ ഏരിയാസിൽ നിന്നാണ് ഈ 3 സ്പീഷീസിനെ കണ്ടുപിടിച്ചത്. അതുപോലെ ഗ്ലോബ തൈറാനൻസിസ്, ഗ്ലോബ ജാനകീയ ഫ്രം മേഘാലയ, അതുപോലെ ഗ്ലോബ യാദവിയാന ഫ്രം മിസോറാം. അങ്ങനെ 6 സ്പീഷീസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, നേപ്പാൾ ബിക്കംസ് 101st, അതായത് 101ാമത്തെ മെമ്പർ ആയിരിക്കുകയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ. അപ്പോൾ കാർബൺ ന്യൂട്രൽ ഫ്യൂച്ചർ അഡോപ്റ്റ് ചെയ്തതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വരുന്നത്, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അതിൽ 101ാമത്തെ മെമ്പർ ആയിരിക്കുകയാണ് നേപ്പാൾ. അപ്പോൾ 2015 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിജിയും പ്രസിഡന്റ് ഓഫ് ഫ്രാൻസും UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് പാരീസിൽ വെച്ച് നടന്നപ്പോഴാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി, ഗുരുഗ്രാം, ഇന്ത്യയാണ്. നെക്സ്റ്റ്, UAE കംപ്ലീറ്റ്സ് ഫസ്റ്റ് അറബ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ബറാക്ക് ന്യൂക്ലിയർ എനർജി പ്ലാന്റ്, അത് അൽ ദാഫ്ര അബുദാബിയിലുള്ളതാണ്. അറബ് വേൾഡിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ് ഇത്. ഇതിനകത്ത് 25% ഓഫ് UAEയുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. UAE എന്ന് പറയുന്നത് നെറ്റ് സീറോ എമിഷൻ എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ 2050 ആകുമ്പോഴത്തേക്കും 50% ക്ലീൻ എനർജിയിലേക്കും അവർ എയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2020 മുതൽ തന്നെ ഓപ്പറേഷനിലാണ്. ബറാക്ക് സപ്പോർട്ട്സ് ഇൻഡസ്ട്രീസ് ആൻഡ് റിഡ്യൂസസ് റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. നെക്സ്റ്റ്, സിറിയ വിൻസ് ദ 4th ഇന്റർകോണ്ടിനെന്റൽ കപ്പ് മെൻസ് ഫുട്ബോൾ ടൂർണമെന്റ്. അപ്പോൾ സിറിയ ഇന്ത്യയാണ് ഡിഫീറ്റ് ചെയ്തത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 4th ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ സെപ്റ്റംബർ 2024 ഹൈദരാബാദ്, തെലങ്കാനയിൽ വെച്ചിട്ടാണ് നടത്തിയത്. അതിൽ ഇന്ത്യയെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് സിറിയയാണ് വിൻ ചെയ്തത്. നെക്സ്റ്റ്, 12th സെപ്റ്റംബർ UN ഡേ ഫോർ സൗത്ത് കോർപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ തീം എന്ന് പറയുന്നത് എ ബെറ്റർ ടുമാറോ ത്രൂ സൗത്ത് കോർപ്പറേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രസിഡന്റ് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ്സ് ടു 15 നഴ്സസ് അറ്റ് രാഷ്ട്രപതി ഭവൻ. ഇപ്പോൾ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 15 നഴ്സസിനാണ് ഇപ്രാവശ്യം ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത്. മെയിനായിട്ട് അവരുടെ ഡ്യൂട്ടിയിലും സർവീസസിലും അവർ കാണിച്ച ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് അവരെ ഓണർ ചെയ്യുന്നത്. ഇപ്പോൾ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് എന്ന് പറയുന്നത് 1973 ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓരോ അവാർഡും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റും ക്യാഷ് അവാർഡായിട്ട് 1 lakh rupees ഒരു മെഡലും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, യോഗാസന ഹാസ് ബീൻ ഒഫീഷ്യലി ഇൻക്ലൂഡഡ് ആസ് എ ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട് ഇൻ ദ അപ്കമിംഗ് 2026 ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ യോഗാസനയെ 2026 ഏഷ്യൻ ഗെയിംസിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അത് ജപ്പാനിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു മൾട്ടി സ്പോർട്ട് ഇവന്റ് 19 സെപ്റ്റംബർ മുതൽ 4th ഒക്ടോബർ 2026 വരെയാണ് നടക്കുന്നത്. IAF എയർക്രാഫ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എക്സസൈസ് ഈസ്റ്റേൺ ബ്രിഡ്ജ് 6 അറ്റ് ഒമാൻ. IAF contingent comprising MiG-29s and Jagos and C-70s. ഈ പറയുന്ന ഇതെല്ലാം കംപ്രൈസ് ചെയ്യുന്ന IAFന്റെ കോണ്ടിജന്റ് ഒരു ബയലാറ്ററൽ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഒമാനിൽ. എക്സസൈസ് ഈസ്റ്റേൺ ബ്രിഡ്ജ് 8 എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. ഇത് റോയൽ ഒമാൻ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ 7th എഡിഷൻ ആണ് ഇപ്പോൾ ഈ 11th സെപ്റ്റംബർ ടു 22 സെപ്റ്റംബർ വരെ നടക്കാൻ പോകുന്നത്. ഒമാനിലെ എയർഫോഴ്സ് ബേസ് മസ്റായിൽ വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. Next, Union Bank of India becomes first major Indian bank to join PCAF. PCAF എന്ന് പറഞ്ഞ പാർട്ണർഷിപ്പ് ഫോർ കാർബൺ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ മേജർ ഇന്ത്യൻ ബാങ്കായിട്ട് മാറിയിരിക്കുകയാണ് യൂണിയൻ ബാങ്ക്. PCAF എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പാണ്. ഇവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസും അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിനെയൊക്കെ ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു മേജർ ബാങ്ക് ആയിരിക്കുകയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ.
അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതുവഴി എമിഷൻസ് ട്രാക്കിംഗ് ഫിനാൻഷ്യൽ എമിഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് RBIയുടെ റീസെൻറ്റ് ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു, ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നു, ഡിസ്ക്ലോഷർ ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് റിലേറ്റഡ് ഫിനാൻഷ്യൽ റിസ്ക് 2024. അപ്പോൾ അതിനകത്തൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്സ് നാഷണൽ ടെസ്റ്റ് ഹൗസ് ഗാസിയാബാദ് ആസ് എ സർട്ടിഫിക്കേഷൻ ബോഡി ഫോർ ടൈപ്പ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതൊരു സർട്ടിഫിക്കേഷൻ സ്കീമാണ്, അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യേറ്റീവ് ഈസ് അലൈൻഡ് വിത്ത് ഗവൺമെന്റ്സ് വിഷൻ ടു പൊസിഷൻ ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഹബ് ഫോർ ഡ്രോൺ ടെക്നോളജി. ഡ്രോൺ ടെക്നോളജിയിൽ ഇന്ത്യനെ ഒരു ഗ്ലോബൽ ഹബ് ആക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ വിഷന് അലൈൻ ചെയ്തൊരു ഇനീഷ്യേറ്റീവാണ് ഇത്. ഇതുവഴി അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, അതുപോലെ സേഫ് ആൻഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡ്രോൺ സൊല്യൂഷൻസ്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യാനും ഈ സെക്ടേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും, അതായത് ഡ്രോൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നാഷണൽ ടെസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയർ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, അദാനി എയർപോർട്ട് ലോഞ്ചസ് AVO എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൂവ്ഡ് റിയൽ ടൈം ഡാറ്റ ഓൺ പാസഞ്ചർ ബാഗേജ് ഫ്ലോ. അപ്പോൾ അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡ് അദാനി ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അവർ ഇന്ത്യയിലെ 7 എയർപോർട്ടുകൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AVO ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു റിയൽ ടൈം ഡാറ്റ പാസഞ്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ, എന്തുമായി ബന്ധപ്പെട്ട്, ബാഗേജ് ഫ്ലോയും മൂവ്മെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അവർ ഗേറ്റിലോ അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ബാഗ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മൂവ്മെന്റും ഫ്ലോയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യ ബിക്കംസ് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് 5G സ്മാർട്ട് ഫോൺ മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് US സർപ്പാസ് ചെയ്തുകൊണ്ട് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ഫോർ 5G ഹാൻഡ്സെറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ട്രെയിലിംഗ് ഓൺലി ചൈനയാണ് ഫസ്റ്റ് ടോപ്പിൽ വരുന്നത്. അപ്പോൾ ചൈന ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 32% മാർക്കറ്റ് ഷെയറിന്റെ ഡോമിനൻസും ചൈനയ്ക്കാണ്. ഇന്ത്യക്ക് സെക്കൻഡ് പ്ലേസ് ആണ്, 13% ഷെയർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് പ്ലേസ് ആണ്, 10% ഓഫ് ദി മാർക്കറ്റ് ഷെയർ. നെക്സ്റ്റ്, AI ടോക്കൺസ് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് അറ്റൻഷൻ റീസെന്റ് ഗെയിൻ ചെയ്ത ഒരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് മേജർ ടെക് കമ്പനീസ് ആയിട്ടുള്ള ആപ്പിൾ, എൻവിഡിയ എന്നൊക്കെ പറയുന്ന കുറേ കമ്പനീസ് ഉണ്ട്. ഇവർ ഓപ്പൺ AIയിൽ ഒരു കൺസിഡറബിൾ ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AI ടോക്കൺസ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി പോലെയാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊജക്റ്റുമായിട്ട് ടൈ ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന AI ടോക്കൻസിനെ നമുക്കൊരു AI എക്കോസിസ്റ്റത്തിനകത്ത് ഒരു കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവഴി സ്പെസിഫിക് AI ടൂൾസിനെ ആക്സസ് ചെയ്യാനും സർവീസസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് AI ടോക്കൺ വെച്ച് നമുക്ക് പേ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള AI ടോക്കൺസ് എന്ന് പറയുന്നത് ഇൻജക്റ്റീവ്, ING എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം വരുന്നത്. റെൻഡർ, ക്യാപിറ്റലിലെ റെൻഡർ എന്ന് എഴുതും. അതുപോലെ തീറ്റ ടോക്കൺ, തീറ്റ എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓസിസ് നെറ്റ്വർക്ക്, റോസ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ സിംഗുലാരിറ്റി നെറ്റ്, ഏജിക്സിൻ്റെയാണ്. നെക്സ്റ്റ്, പ്രസിഡന്റ് രാംചന്ദ്ര പൗദേൽ swears in Ashok Raj Cgl at 45th ക്വാസ് ഓഫ് നേപ്പാൾ. ഇപ്പോൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗദേൽ എന്ന് പറയുന്നത് ഹി അഡ്മിനിസ്ട്രേറ്റ് ദ ഓത്ത് ടു ന്യൂലി അപ്പോയിന്റഡ് ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് അശോക് രാജ് സിഗ്ദൽ. വൈസ് പ്രസിഡന്റ് പ്രസാദ് യാദവ് ആണ്. പ്രൈം മിനിസ്റ്റർ KP ശർമ ഓളിയാണ്. ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ബിശ്വംബർ പ്രസാദ് ശ്രേഷ്ഠയാണ്. ഓക്കെ, നെക്സ്റ്റ്, നാസ ടു സെൻഡ് $5 billion യൂറോപ്പ ക്ലിപ്പർ ഇൻ ഒക്ടോബർ. ഇപ്പോൾ നാസ ഒരു യൂറോപ്പ ക്ലിപ്പർ സ്പേസ് ക്രാഫ്റ്റ് ഒക്ടോബർ 10 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഏകദേശം $5 billion ആണ് ആ ഒരു മിഷന്റെ കോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ജൂപ്പിറ്ററിന്റെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മൂണായിട്ടുള്ള യൂറോപ്പിനെയാണ് അവർ സ്റ്റഡി ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. യൂറോപ്പ് എന്ന് പറയുന്നത് എർത്തിന്റെ മൂണിനേക്കാളും സ്ലൈറ്റ്ലി സ്മോളർ ആണ്. സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ് കൊണ്ടാണ്. കാരണം സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അത്രയും ടെമ്പറേച്ചർ അവിടെ എത്തുന്നില്ല. അതുകൊണ്ട് ഐസി കവറേജ് ആണ് കാണുന്നത്. ഇപ്പോൾ ഈ ഐസി ഷെല്ലിന്റെ താഴെ യൂറോപ്പിൽ സാൾട്ട് വാട്ടർ ഓഷ്യൻ ഉണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ എർത്തിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഓഷ്യൻസിന്റെ ട്വൈസ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് അവിടെ കണ്ടെയ്ൻ ചെയ്യുന്നതെന്നും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്നത് ഈ യൂറോപ്പയുടെ ഓഷ്യൻസ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആണോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ്
rupees 70,125 crores for PMGSY 4 road scheme. യൂണിയൻ ക്യാബിനറ്റ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 4 അത് 2024-25 മുതൽ 28-29 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഷെയർ ഏകദേശം 49,087.50 കോടി രൂപയാണ്. സ്റ്റേറ്റിന്റെ ഷെയർ 21,037.50 കോടി രൂപയാണ്. അപ്പോൾ എല്ലാ വെതർ റോഡ്സും ഓൾ വെതർ റോഡ്സ് അതിനകത്ത് 62,500 കിലോമീറ്റർ ആണ് അവർ കണക്കാക്കുന്നത്. അതുപോലെ അൺകണക്റ്റഡ് ആയിട്ടുള്ള ഹാബിറ്റേഷൻസിലേക്ക് റോഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ സ്കീമിനകത്ത് വരുന്നതാണ്. കൂടാതെ പുതിയ റോഡ്സിനോടൊപ്പം തന്നെ ബ്രിഡ്ജസിന് അപ്ഗ്രേഡ് ചെയ്യുക, അതിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് നടത്തുക എന്നുള്ളതും ഇവർ എയിം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് നോക്കാം. ഇത് 100% സെൻട്രലൈസ് സ്പോൺസർഡ് സ്കീമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2000-ലാണ് ഇത് തുടങ്ങിയത്. റൂറൽ ഹാബിറ്റേഷൻസിലേക്ക് കണക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ, അതായത് എല്ലാ വെതർ കണ്ടീഷൻസിലും റൂറൽ ഹാബിറ്റേഷൻസിലേക്ക് കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യം. ഇംപ്ലിമെന്റ് ചെയ്ത മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഫണ്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പിന്നീട് റിവൈസ് ചെയ്ത് 60-40 റേഷ്യോയിലാക്കി. സെൻട്രൽ 60, സ്റ്റേറ്റ് 40 ആക്കി 2015-16 സമയത്ത്. പിന്നീട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് കാര്യം പറയുകയാണെങ്കിൽ 90-10 ആണ്. 90% സെൻട്രൽ കൊടുക്കും, 10% സ്റ്റേറ്റ്സ് എടുക്കണം. ഹിമാലയൻ സ്റ്റേറ്റ്സിന്റെ കേസിലും 9:10 ആണ്. അപ്പോൾ PMGSY 2000-ലായിരുന്നു, PMGSY 2 2013, PMGSY 3 2019 നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ക്യാബിനറ്റ് അപ്രൂവ്സ് 5 lakh ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ സീനിയർ സിറ്റിസൺസ് above 70 ഇയേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം. ഇപ്പം ഇൻകം നോക്കാതെ തന്നെ 70 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് 5 ലക്ഷം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പരിപാടി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ PMJന്റെ കീഴിലാണ് ഇതിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീം ഉണ്ട്. അതിന്റെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് വുഡ് ബി ഇഷ്യൂഡ് എ ന്യൂ ഡിസ്റ്റിങ്ക്ട് ആൻഡ് അണ്ടർ PMJA. ഇതിന്റെ കീഴിൽ എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത് 70 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള ഓൾറെഡി ഈ ABPMJയിൽ കവർ ചെയ്യുന്ന കുടുംബത്തിലെ ആളുകൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ അഡീഷണൽ ഒരു ടോപ്പ് ആയിട്ട് 5 lakh per year അവർക്ക് വേണ്ടിയിട്ട് മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ സീനിയർ സിറ്റിസൺസ് ഓഫ് ദി ഏജ് 70 and above എന്ന് പറയുന്നത് ഓൾറെഡി മറ്റേതെങ്കിലും പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീംസ്, എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, ഇതിലൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ സ്കീം ചൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് സ്കീമിൽ അവർക്ക് തുടരാം, അല്ലെങ്കിൽ ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യുന്ന സീനിയർ സിറ്റിസൺസ് ഓഫ് 70 years and above അണ്ടർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഓർ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഇതിന്റെ രണ്ടിന്റെയും അണ്ടറിൽ വരുന്നവർ ABPMJയുടെ ബെനിഫിറ്റ്സ് എന്നോട് എലിജിബിൾ ആണ്, അത് അവെയിൽ ചെയ്യുന്നതിന് എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ABPMJ എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് പബ്ലിക്കലി ഫണ്ടഡ് ഹെൽത്ത് അഷുറൻസ് സ്കീമാണ്. ഇത് സെപ്റ്റംബർ 2018 ലോഞ്ച് ചെയ്തത്. ഇതിനകത്ത് 5 lakh per ഫാമിലി പെർ ഇയർ ആണ് ഹെൽത്ത് കവർ വരുന്നത്. സെക്കൻഡറി ആൻഡ് ടെറിഷറി കെയർ സർവീസസിനാണ് കൊടുക്കുന്നത്. കൂടാതെ കൂടുതലും വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട അപെക്സ് ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാബിനറ്റ് അപ്രൂവ്സ് 2000 crore മിഷൻ മൗസ. മിഷൻ മൗസ എന്ന് പറയുന്ന ഒരു ലാർജ് സ്കെയിൽ ഇനീഷ്യേറ്റീവ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ്. കൺട്രിയുടെ വെതർ ഫോർകാസ്റ്റിംഗും ക്ലൈമറ്റ് സയൻസ് കാപ്പബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ബഡ്ജറ്റ് വരുന്നത് 2000 കോടി ആണ് ഫോർ ദ ഫസ്റ്റ് 2 years. മിഷൻ മൗസ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അപ്ഗ്രേഡ് ചെയ്യുക, അവർക്ക് കൃത്യമായിട്ട് വെതർ പ്രിഡിക്റ്റ് ചെയ്യാനും ഹയർ അക്യൂറസിയോട് കൂടി പ്രിഡിക്റ്റ് ചെയ്യാനും മൾട്ടിപ്പിൾ ഉള്ള ജോഗ്രഫിക്കൽ ആൻഡ് ടെമ്പറൽ സ്കെയിൽസിൽ അത് പറയാനൊക്കെ സാധിക്കുന്ന രീതിയിൽ ഇവർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. സിമിലർ ഇനീഷ്യേറ്റീവ് ആണ് മിഷൻ മൺസൂൺ എന്ന് പറയുന്നത്. 2012 ലോഞ്ച് ചെയ്തത്. ലോങ് റേഞ്ച് മൺസൂൺ ഫോർകാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി അഗ്രികൾച്ചർ, ഏവിയേഷൻ, ഡിഫൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ടൂറിസം ഈ ഒരു സെക്ടേഴ്സിനൊക്കെ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണ് അക്യുറേറ്റ് വെതർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷൻ അക്യുറേറ്റ് ആൻഡ് ടൈംലി വെതർ ഫോർകാസ്റ്റിന്റെ ഒരു നീഡ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അലേർട്ടുകൾ കൊടുക്കുക, വാർണിംഗ്സ്, ഇപ്പോൾ എക്സ്ട്രീം വെതർ ഇവന്റ് വരുവാണെങ്കിൽ അതുമായിട്ടുള്ള വാർണിംഗ്സ് കൊടുക്കുക, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ മിഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കീ ഏരിയാസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, എൻഹാൻസ്ഡ് അക്യുറസി, മൺസൂൺ ഫോർകാസ്റ്റിംഗ് ആൻഡ് ബിയോണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്യാബിനറ്റ് അപ്രൂവ്സ് 10,900 crores ഫോർ EV പുഷ്.
ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേഷൻ വെഹിക്കിൾ എൻഹാൻസ്മെന്റ് PM ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 10,900 crores രൂപ 2 ഇയറിലേക്ക് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PM ഡ്രൈവ് എന്ന് പറയുന്നത് ഫാസ്റ്റർ വെഹിക്കിൾസിന്റെ ഫാസ്റ്റ് അഡോപ്ഷൻസ് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഫെയിം ഇന്ത്യ phase 2 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ phase 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് PM ഡ്രൈവ് വരുന്നത്. ഈ പുതിയ സ്കീമിനകത്ത് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. 2-wheeler ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രിക് 3-wheelersനും ആംബുലൻസസിനും ട്രക്കിനും മറ്റ് എമർജിംഗ് EVസിനും വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് EVസിനെ അഡോപ്റ്റ് ചെയ്യുക, അതുവഴി നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളൊക്കെ കുറയ്ക്കുക, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൺവീനിയൻസ് എനർജി സർവീസസ് ലിമിറ്റഡ് ആണ് 9 സിറ്റീസിലായിട്ട് മോർ ദാൻ 40 lakhsന് അധികം പോപ്പുലേഷൻ വരുന്ന സിറ്റീസിലാണ് ഈ ഒരു ഡിമാൻഡ് അഗ്രിഗേഷൻ വരുന്നത്. അപ്പോൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, അഹമ്മദാബാദ്, സൂറത്ത്, ബാംഗ്ലൂരു, പുനെ ആൻഡ് ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. Next, Defense Minister Rajnath Singh inaugurated IDAX-24 in Jodhpur. Indian Air Force എന്ന് പറയുന്നത് one of the largest multinational air exercise കണ്ടക്ട് ചെയ്യുന്നതാണ്. തരക് ശക്തി 24 in ജോധ്പൂർ. അപ്പോൾ ഇത് IAF ഇന്ത്യയിലെ ഡിഫൻസ് ഏവിയേഷൻ എക്സ്പോഷൻ ആണ് അവർ ഹോസ്റ്റ് ചെയ്യുന്ന ഇവന്റ് ആണത്. ഇത് ഇനാഗുറേറ്റ് ചെയ്ത ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 12 സെപ്റ്റംബർ മുതൽ 14 സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ഈ ഇവന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസിനും ഇന്ത്യൻ ഓഡിയൻസിനും ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ആയിട്ടുള്ള DPSUs, DRDO, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, ടോപ്പ് നോച്ച് സ്റ്റാർട്ടപ്പ് ഇവരുടെയൊക്കെ ഈ പാർട്ടിസിപ്പൻസിൻ്റെയൊക്കെ പ്രകടനങ്ങൾ കാണാനും ഉള്ള ഓഡിയൻസിന് അത് വിറ്റ്നസ് ചെയ്യാനുള്ള അവസരമൊക്കെ കൊടുക്കുന്നുണ്ട്. തരംഗ് ശക്തി എക്സസൈസ് എന്താണെന്ന് നോക്കാം. ലാർജസ്റ്റ് ഇന്റർനാഷണൽ എയർ എക്സസൈസ് ആണ്. ഇത് ഇന്ത്യയിൽ ഏകദേശം 51 കൺട്രീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഇൻവിറ്റേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഈ എക്സസൈസിന്റെ phase 1 സുളൂർ തമിഴ്നാടുവിൽ August 6 മുതൽ August 14 വരെ കണ്ടക്ട് ചെയ്തു. 4 കൺട്രീസ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു: ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, UK. ഓക്കെ, phase 2 എന്ന് പറയുന്നതാണ് ഇപ്പോൾ ജോധ്പൂരിലെ രാജസ്ഥാനിൽ സെപ്റ്റംബർ 11 മുതൽ 14 വരെ നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഗ്രീസ്, സിംഗപ്പൂർ, UAE, USA പോലുള്ള കൺട്രീസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യ ഒമാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് അൽ നജ 5. ഇന്ത്യൻ ആർമി കണ്ടിജന്റും 5th എഡിഷൻ ആയിട്ടുള്ള ഇന്ത്യ ഒമാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് അൽ നജ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്തത് സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 26 വരെയാണ്. ഇത് ഒമാനിലെ റാപ്കൂട്ട് ട്രെയിനിങ് ഏരിയ സലാലാഹിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ അൽ നജാഹ് എന്ന് പറയുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ബൈനിയലാണ് നടത്തുന്നത്. 2015 മുതൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിലാണ്. ലാസ്റ്റ് എഡിഷൻ രാജസ്ഥാനിലെ മഹാജനിൽ വെച്ചിട്ടാണ് നടന്നത്. ഇപ്പോൾ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസിനെ അണ്ടർടേക്ക് ചെയ്യുക, അതുപോലെ അത് യുണൈറ്റഡ് നേഷൻസിന്റെ ചാപ്റ്റർ 6 പ്രകാരം. അതുപോലെ ഈ എക്സസൈസ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഡിസേർട്ട് എൻവയോൺമെന്റിലുള്ള ഇത്തരം പ്രാക്ടീസസിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ്. നെക്സ്റ്റ്, ഒഡീഷ സെക്കൻഡ് എയിംസ് വിൽ കം അപ്പ് ഇൻ സംഭാൽപൂർ. അപ്പോൾ ഒഡീഷൻ ചീഫ് മിനിസ്റ്റർ മോഹൻ ചരൺ മജ്ഹിയാണ് ഇത് അനൗൺസ് ചെയ്തത്. ഒഡീഷയിലെ രണ്ടാമത്തെ എയിംസ് എന്ന് പറയുന്നത് സംഭൽപൂരിലാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റിന് ഫസ്റ്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 2014 കിട്ടുന്നത് ഒഡീഷയിൽ. അത് ഭുവനേശ്വറിലാണ് ഉള്ളത്. നെക്സ്റ്റ്, Mankey Khan, the 48-year-old lead vocalist and harmonium player of the Rajasthan Sufi folk group Barbar Boys passed away. അപ്പോൾ മംഗനിയാർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഫോക്ക് മ്യൂസീഷ്യൻസ് ആണ്. താർ ഡെസേർട്ട് റീജിയനിൽ, ഇന്ത്യ പാകിസ്ഥാൻ റീജിയൻസിലാണ് അവർ കാണുന്നത്. ഇവർ ബാർമർ, ജയ്സാൽമുർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഡിസ്ട്രിക്ട്സിലും അതുപോലെ സാങ്കർ ഇൻ സിദ്ധ്, തർപ്പാർക്കർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഡിസ്ട്രിക്ട്സിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. Next, Peru's former president Alberto Fujimori, who spent 16 years in prison for crimes against humanity, dies at 86. അപ്പോൾ പെറുവിൻ്റെ ഫോർമർ പ്രസിഡന്റ് ആണ് ആൽബർട്ടോ ഫുജിമോറി. അദ്ദേഹം ഹ്യൂമാനിറ്റിക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹം 16 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു. അദ്ദേഹം 86ാമത്തെ വയസ്സിൽ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പെറുവിനെ 1990 മുതൽ 2000 വരെയാണ് ലീഡ് ചെയ്തത്. പെറുവിൻ്റെ ക്യാപിറ്റൽ ലീമയാണ്. കറൻസി പെറുവിയൻ സോൾ ആണ്, അല്ലെങ്കിൽ പെൻ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ്,
വീർദാസ് ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ടു ഹോസ്റ്റ് ഇന്റർനാഷണൽ എമ്മി അവാർഡ്സ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനും ആക്ടറും ആയിട്ടുള്ള വീർദാസ് 2024 ഇന്റർനാഷണൽ എമ്മീസ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇത് ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ടെലിവിഷൻ ആർട്സ് ആൻഡ് സയൻസ് നവംബറിലാണ് നടത്തുന്നത്. ഏർലിയർ അദ്ദേഹം 2023 എമ്മിയിലേക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഫോർ ഹിസ് സ്പെഷ്യൽ അദ്ദേഹത്തിന് അതിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വീർദാസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി 2023 അദ്ദേഹത്തിന്റെ നെറ്റ്ഫ്ലിക്സ് സ്പെഷ്യൽ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അവാർഡിന് വേണ്ടിയിട്ട് അദ്ദേഹം വോൺ ചെയ്തിരുന്നു. എമ്മി അവാർഡ്സ് പറയുന്നത് മോസ്റ്റ് റിനൗണ്ട് ആയിട്ടുള്ള അക്ലേറ്റ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ടെലിവിഷൻ ആൻഡ് എമർജിംഗ് മീഡിയ പെർഫോമൻസസിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂ വെറ്റ്ലാൻഡ് വൈറസ്. വൈറസ് ചൈനയിൽ ഡിസ്കവർ ചെയ്തു. അതിനെ വെറ്റ്ലാൻഡ് വൈറസ് എന്നാണ് അവർ റിപ്പോർട്ടിൽ കോൾ ചെയ്യുന്നത്. ഓർത്തോ നൈറോ വൈറസ് ജീനസിൽ വരുന്ന വൈറസസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ നെയിം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടിക് ബോൺ വൈറസസ്. ഇത് ഹ്യൂമൻസിലേക്ക് ടിക് ബൈറ്റ്സ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ബ്രെയിനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വൈറസ് ആണിത്. നെക്സ്റ്റ് മണിപ്പൂർ TG ഇംഗ്ലീഷ് സ്കൂൾ വിൻസ് ജൂനിയർ ബോയ്സ് ടൈറ്റിൽ ഓഫ് 63rd സബ്രോട്ടോ കപ്പ്. സബ്രോട്ടോ കപ്പ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് കപ്പാണ്. പ്രീമിയർ ഇന്റർ സ്കൂൾ ഫുട്ബോൾ കോമ്പറ്റീഷൻ ആണ്. അതിന്റെ 63rd എഡിഷനാണ് 2024 നടന്നത്. സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 11, 2024 വരെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൽ മണിപ്പൂരിലെ TG ഇംഗ്ലീഷ് സ്കൂളിലാണ് ജൂനിയർ ബോയ്സ് ടൈറ്റിൽ വിൻ ചെയ്തത്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ വരുന്നത് സ്കൂൾ ടീംസ് ആണ്. ഇന്ത്യനെയും ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും ശ്രീലങ്കേനെയും അണ്ടർ 17 ബോയ്സ് കാറ്റഗറിയിൽ റെപ്രസെന്റ് ചെയ്ത ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. വിന്നർ ആയത് മണിപ്പൂരിന്റെ TG ഇംഗ്ലീഷ് സ്കൂളാണ്. ഓക്കെ, മേഘാലയയുടെ മിഗൻ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് അവർ ഫൈനലിൽ ഡിഫീറ്റ് ചെയ്തത്. അപ്പോൾ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടൂർണമെന്റ് ആണ് ഏഷ്യയിലെ തന്നെ. എയർ മാർഷൽ സുബ്രോട്ടോ മുഖർജിയുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 1960 ഇതിന്റെ ആദ്യത്തെ എഡിഷൻ നടക്കുന്നത്. ഇനീഷ്യലി ഇത് ദുരൻ ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയാണ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. 1994 ഓൺവേർഡ്സ് എയർഫോഴ്സ് സ്പോർട്സ് കൺട്രോൾ ബോർഡ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ടുക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ലോഞ്ചസ് വുമൻസ് അണ്ടർ 19 2020 ഏഷ്യ കപ്പ്. ഇപ്പോൾ ഈ ടൂർണമെന്റ് എന്ന് പറയുന്നത് ബൈനിയലാണ് നടക്കാറ്. ICC വുമൻസ് അണ്ടർ 19 2020 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മെൻസ് അണ്ടർ 19 ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ എഡിഷൻ 1989 നടന്നു. ഇന്ത്യ എന്ന് പറയുന്നത് മോസ്റ്റ് സക്സസ്ഫുൾ നേഷൻ ആണ്. ഈ ടൂർണമെന്റിൽ 8 ടൈറ്റിൽസ് ആണ് ഇന്ത്യക്ക് ഉള്ളത്. ACCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയ്ഷയാണ്. നെക്സ്റ്റ് 14th സെപ്റ്റംബർ വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ എല്ലാ വർഷവും സെപ്റ്റംബറിൽ രണ്ടാമത്തെ സാറ്റർഡേ ആണ് നമ്മൾ ഈ വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ് റെഡി സെറ്റ് റെസ്പോണ്ട് എന്നുള്ളതാണ്. അതുപോലെ 14th സെപ്റ്റംബർ ഹിന്ദി ദിവസം കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ഡേ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹിന്ദിയെ, അതായത് ദേവനഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദിയെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു ഡേയുടെ ആനിവേഴ്സറി ആണ്. ഓക്കെ, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം സെപ്റ്റംബർ 14, 1949. അപ്പോൾ ആദ്യത്തെ ഹിന്ദി ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 1953 അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാഷണൽ ലാംഗ്വേജ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഹിന്ദി ഇൻ ദേവഗരി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് അത് യൂണിയൻ ആയിട്ട് ആർട്ടിക്കിൾ 343 പ്രകാരം പറയുന്നുണ്ട്. വേൾഡ് ഹിന്ദി ഡേ എന്ന് പറയുന്നത് January 10 നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് വേൾഡ് ഹിന്ദി കോൺഫറൻസ് January 1975 നാഗ്പൂർ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നു. അങ്ങനെ അവിടെ മുതലാണ് ഫസ്റ്റ് വേൾഡ് ഹിന്ദി ഡേ നമ്മൾ 2006 മുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നെക്സ്റ്റ് പോർട്ട് പ്ലെയർ റീനെയിംഡ് ആസ് ശ്രീ വിജയപുരം. ഇത് PM മോദിയുടെ നമ്മുടെ കൊളോണിയൽ ഇംപ്രിൻസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പല നെയിമുകളും ഇന്ത്യൻ ട്രഡീഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പോർട്ട് പ്ലെയർ എന്നുള്ള പേര് മാറ്റിയിട്ട് ശ്രീ വിജയപുരം എന്നാക്കുന്നത്. ശ്രീ വിജയപുരം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു യുണീക്ക് റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു പേരാണ്. അപ്പോൾ ഈ ഐലൻഡ് ടെറിട്ടറി എന്ന് പറയുന്നത് വൺ സെർവ്ഡ് ആസ് എ നേവൽ ബേസ് ഫോർ ചോള എംപയറിൻ്റെ ഒരു നേവൽ ബേസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് അൺഫോർലിംഗ് ഓഫ് അവർ തിരങ്ക ബൈ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഓൾസോ ദ സെല്ലുലാർ ജയിൽ ഇൻ വിച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ് സ്ട്രഗിൾഡ് ഫോർ ഇൻഡിപെൻഡന്റ് നേഷൻ. അപ്പോൾ ഈ പോർട്ട് പ്ലെയറിൽ തന്നെയായിരുന്നു നമ്മുടെ നേതാജി തിരങ്ക പതാക ആദ്യമായിട്ട് ഉയർത്തിയത്, അദ്ദേഹം ഹോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരു സെല്ലുലാർ ജയിലുണ്ട്. അതിനകത്ത് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റി ഓഫ് പോർട്ട് പ്ലെയർ എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ്. അപ്പോൾ ആർച്ചിബാൾഡ് പ്ലെയർ അദ്ദേഹം ഒരു നേവൽ സർവേയറും ഒക്കെ ആയിരുന്നു ബോംബെ മറൈനിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. പ്ലെയർ എന്ന് പറയുന്നത്
ആൻഡമാൻ ഐലൻഡ്സിൽ ഒരു തറോ സർവേ നടത്തിയ ആദ്യത്തെ ഓഫീസറും കൂടെ ആയിരുന്നു. നെക്സ്റ്റ് ഇന്ത്യസ് നോൺ സബ് അർബൻ മെട്രോ. India's first non-sub-urban metro, Vande Metro train to connect Gujarat Kutch district with Ahmedabad. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജിയാണ് ഈ വന്ദേ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ഓഫ് ചെയ്ത് കൺട്രിയിലെ ആദ്യത്തെ അർബൻ മെട്രോ ആണ് ബിറ്റ്വീൻ ഭുജ് ആൻഡ് അഹമ്മദാബാദ്. അപ്പോൾ ഇന്ത്യയിലെ സബ് അർബൻ ട്രെയിൻ സർവീസസ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസസ് കവർ ചെയ്യുന്നുണ്ട്. സബ് അർബൻ ട്രെയിൻ സർവീസസ് എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, ജനറലി ഒരു 150 കിലോമീറ്റേഴ്സ്. ഇപ്പോൾ സബ് അർബൻ ട്രെയിൻസ് പാസഞ്ചേഴ്സിനെ ക്വിക്ലി സിറ്റീസ് ടു സിറ്റീസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലോഞ്ച് ഓഫ് ലാങ്കിൻ മച്ച്ലി ആപ്പ്, എ മൈൽസ്റ്റോൺ ഫോർ ഇന്ത്യസ് ഓർണമെന്റൽ ഫിഷറീസ് സെക്ടർ. മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറി രാജീവ് രഞ്ജനാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, അദ്ദേഹം റങ്കീൻ മച്ച്ലി എന്നാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഐക്കർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ഭുവനേശ്വറിലൊരു ഐക്കർ CIFA ഉണ്ട്, അവിടെ വെച്ചിട്ട് നടന്നൊരു ഇവന്റിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത ഐക്കർ സീഫ തന്നെയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ ആപ്പിനകത്ത് പ്രൊഫഷണൽ ഫിഷേഴ്സിന് ഓർണമെന്റൽ ഫിഷ് ഇൻഡസ്ട്രിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് DRDO ആൻഡ് ഇന്ത്യൻ നേവി സക്സസ്ഫുള്ളി ഫ്ലൈറ്റ് ടെസ്റ്റ് വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചന്തിപ്പൂർ ഓഫ് കോസ്റ്റ് ഓഫ് ഒഡീഷ അവിടെ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. മിസൈൽ എന്ന് പറയുന്നത് നേവി ഷിപ്സിനെ, അതായത് ലോ ഫ്ലൈയിങ് ഹൈ സ്പീഡ് ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽസിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. ഡ്രോൺസിനെയും അതുപോലുള്ള സിമിലർ ത്രെറ്റിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഗവൺമെന്റ് വിൽ സൂൺ റോൾ ഔട്ട് ദ മച്ച് അവൈറ്റഡ് ഇന്ത്യ സൈസ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെയാണ്. അതായത് ഇന്ത്യൻ ബോഡി ടൈപ്സിന് ആവശ്യമായിട്ടുള്ള ബെറ്റർ സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെന്റ്സ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. പ്രസന്റ്ലി ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ബ്രാൻഡ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അവർ US UK നിന്നുള്ള മെഷർമെന്റ്സ് ആണ് ഗാർമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സ്മോൾ മീഡിയം ലാർജ് സൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് വഴി നമുക്ക് ആന്ത്രോപോമെട്രിക് ഡാറ്റ പാൻ ഇന്ത്യ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം 25,000 മെയിൽ ആൻഡ് ഫീമെയിൽ പേഴ്സൺസിനെ ഏജ് ഓഫ് 15 and 65 ഏജസ് ആയിട്ടുള്ള ആളുകളെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. 3D ഓൾ ബോഡി സ്കാനിങ് ടെക്നോളജിയും ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റഡ് ബോഡി സൈസ് ചാർട്ട് എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റീറ്റെയിലേഴ്സിനെയും മാനുഫാക്ചേഴ്സിനെയും ഗുഡ്സും അതുപോലെ ഇന്ത്യൻ ബോഡി ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ സൈസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫാഷൻ ബ്രാൻഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരു ബെഞ്ച് മാർക്കായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ്, ക്യാബിനറ്റ് അപ്രൂവ്സ് PM E-ബസ് സേവ പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം സ്കീം. ഇതിന് വേണ്ടിയിട്ട് 3435.33 കോടി രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് E-ബസ് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റീസ് E-ബസ്സസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും പ്രൊക്വയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഇത് മോർ ദാൻ 38,000 ഇലക്ട്രിക് ബസ്സസിനെ ഫിനാൻഷ്യൽ ഇയർ 2024-25 to 28-29 ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസ്സസിനെ ഒരു 12 വർഷ ടൈമിലേക്ക് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ് പ്രസന്റ് മെജോറിറ്റി ഓഫ് ബസ്സസ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഡീസലിലോ CNGയിലോ ആണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ EV ബസ്സസ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ബഡ്ജറ്ററി സപ്പോർട്ട് സ്കീം അപ്രൂവ്ഡ് ബൈ ക്യാബിനറ്റ്. ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി ആണ് ചെയർ ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ മിനിസ്റ്റർ ഓഫ് പവറിൻ്റെ ഒരു പ്രപ്പോസൽ അപ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ സ്കീം എന്ന് പറയുന്നത് ബഡ്ജറ്ററി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 12,461 കോടി രൂപയാണ് കൊടുക്കുന്നത്. ഈ സ്കീം 24-25 ഫിനാൻഷ്യൽ ഇയർ മുതൽ 31-32 ഫിനാൻഷ്യൽ ഇയറിനുള്ളിലാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവർ ദ നെക്സ്റ്റ് 8 ഇയേഴ്സിനുള്ളിൽ ഈ സ്കീം ഹൈഡ്രോ പവർ പ്രൊജക്ട്സിനെ സപ്പോർട്ട് ചെയ്യും. ഇതുവഴി അപ്രോക്സിമേറ്റ്ലി 31,350 മെഗാവാട്ട് ഓഫ് എനർജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് എല്ലാ ഹൈഡ്രോ പ്രൊജക്ട്സിനും ഏകദേശം 25 മെഗാവാട്ടിന് മുകളിലുള്ള എല്ലാ ഹൈഡ്രോ പ്രൊജക്ട്സിനും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിൻ്റെ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ്, അതുപോലെ റിമോട്ട് ആൻഡ് ഹില്ലി പ്രൊജക്ട് ലൊക്കേഷൻസിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ലാർജ് നമ്പർ ഓഫ് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ലോക്കൽ പീപ്പിൾസിന് ഇതുവഴി പ്രൊവൈഡ് ചെയ്യാം. ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും കിട്ടുന്നതായിരിക്കും. അതുപോലെ എൻ്റർപ്രണൽ ഓപ്പർച്യൂണിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ടൂറിസം മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹൈഡ്രോ പവർ സെക്ടറിലേക്ക് എൻകറേജ് ചെയ്യിക്കാൻ ഇതുവഴി സാധിക്കും. നെക്സ്റ്റ്, PM മോദിജി അനൗൺസസ് അഡോപ്ഷൻ ഓഫ് ഡൽഹി ഡിക്ലറേഷൻ ഓൺ സിവിൽ ഏവിയേഷൻ. അപ്പോൾ സെക്കൻഡ് ഏഷ്യ പസഫിക് മിനിസ്ട്രിയൽ കോൺഫറൻസ് സിവിൽ ഏവിയേഷൻ ഡൽഹി ആണ് കൺക്ലൂഡ് ചെയ്ത് ഡൽഹി ഡിക്ലറേഷൻ്റെ അഡോപ്ഷനോട് കൂടിയാണ്. മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് സക്സസ്ഫുള്ളി ഈ ഒരു കോൺഫറൻസ് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്തത്. 11 മുതൽ 12 സെപ്റ്റംബർ വരെയാണ് ഇത് നടന്നത്. അപ്പോൾ ഡൽഹി ഡിക്ലറേഷൻ എന്താണെന്ന് നോക്കാം. ഇതൊരു കോംപ്രഹെൻസീവ് ഫ്രെയിം വർക്കാണ്. മെയിനായിട്ട് റീജിയണൽ കോർപ്പറേഷൻ എൻഹാൻസ് ചെയ്യാം, എമർജിംഗ് ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യാം, സസ്റ്റൈനബിൾ ഗ്രോത്ത് ഫോസ്റ്റർ ചെയ്യുക. ഇതെല്ലാം സിവിൽ ഏവിയേഷൻ സെക്ടറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇന്ത്യയുടെ 50% ഓഫ് പൈലറ്റ്സും വുമൻസ് ആണ്. അത് മോർ ദാൻ ദ ഗ്ലോബൽ ആവറേജ് ഓഫ് 5%. അപ്പോൾ വി ഹാവ് ഇഷ്യൂഡ് എ അഡ്വൈസറി ടു ഫർദർ ഇൻക്രീസ് നമ്പർ. ഈ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ശ്രമിക്കണം എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ 350 to 400 എയർപോർട്ട്സ് 2047 ആകുമ്പോഴത്തേക്കും കൊണ്ടുവരിക എന്നുള്ളൊരു ഗോളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ്, Chsl and metrics to set up India's first green hydrogen valley project in Pune. Chsl Engineering Limitedും മെട്രിക്സ് ഗ്യാസ് ആൻഡ് റിന്യൂവബിൾ ലിമിറ്റഡും ചേർന്നിട്ട് പാർട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ വാലി പൂനെയിലെ മഹാരാഷ്ട്രയിൽ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്ട് വഴി ഗ്രീൻ ഹൈഡ്രജൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഓവർ 20 ഇയേഴ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, R. Ravindra appointed as ambassador to Ireland. അപ്പോൾ R. Ravindra കറന്റ് ഡെപ്യൂട്ടി പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു UN ഇൻ ന്യൂയോർക്കാണ്. അദ്ദേഹമാണ് ഐസ്ലൻഡിലേക്കുള്ള ഇന്ത്യയുടെ നെക്സ്റ്റ് അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടത്. ഐലൻഡിൻ്റെ ക്യാപിറ്റൽ റേക്ചിവിക് ആണ്. കറൻസി ഐലാൻഡിക് ക്രോണയാണ്. നെക്സ്റ്റ്, റഷ്യ ലോഞ്ചസ് ലാർജസ്റ്റ് നേവൽ ഡ്രിൽ ദ ഓഷ്യൻ 2024. ഇപ്പോൾ റഷ്യ ലാർജസ്റ്റ് നേവൽ ഡ്രില്ല് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓഷ്യൻ 2024 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. സൈമൾട്ടേനിയസ്ലി പസഫിക് ആൻഡ് ആർട്ടിക് ഓഷ്യൻസിൽ ഇത് നടക്കുന്നുണ്ട്, ആസ് വെൽ ആസ് ഇൻ മെഡിറ്ററേനിയൻ, കാസ്പിയൻ ആൻഡ് ബാൾട്ടിക് സീസ് ഫ്രം September 10 to September 16. ഇപ്പോൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് മോർ ദാൻ 400 ബാറ്റിൽ ഷിപ്സ്, സബ്മറൈൻസ്, സപ്പോർട്ട് വെസൽസ്, ഓക്സിലറി ഫ്ലീറ്റിൽ നിന്നുള്ളതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം വിത്ത് 120 എയർക്രാഫ്റ്റ്, മോർ ദാൻ 90,000 പേഴ്സൺസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ചൈന ഈ ഡ്രിൽസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 4 വെസൽസിനെയും 15 എയർക്രാഫ്റ്റിനെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ നിന്ന്. 15 മറ്റ് നേഷൻസും കൂടി ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, SpaceX launches all civilian crew for first private spacewalk. അപ്പോൾ SpaceX Falcon 9 റോക്കറ്റ് ഫ്ലോറിഡയിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് 4 സിവിലിയൻസ് ആണുള്ളത്. അതായത് സിവിലിയൻസിന് ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് വാക്ക് നടത്തുന്നത് SpaceX ആണ്. അപ്പോൾ 5 day മിഷൻ ആണ്. പോളാറിസ് ഡൗൺ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് 3 ടെസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മിഷൻസ് അണ്ടർ ദ പോളാറിസ് പ്രോഗ്രാം. ഇത് ജോയിൻ്റ് ഇസാക് മാനും എലൺ മസ്കിന്റെ SpaceXും കൂടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു സ്പേസ് വാക്ക് അത് March 18, 1965 നടക്കുന്നത്. സോവിയറ്റ് കോസ്മോനാട്ട് അലക്സി ലെനോവ് ആണത് നടത്തുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് എയർബസ് C295 എയർക്രാഫ്റ്റ്. ഇന്ത്യ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് C295 എയർക്രാഫ്റ്റ് അറൈവ് ചെയ്തിരിക്കുകയാണ്. അത് കൺട്രിയുടെ ഏവിയേഷൻ ഹിസ്റ്ററിയുടെ തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ ഏവിയേഷൻ ജെയിൻ എയർബസും ഇന്ത്യൻ കോൺഗ്ലോമറേറ്റ് ടാറ്റ ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ടുള്ളൊരു കൊളാബറേഷൻ്റെ റിസൾട്ടാണ്. ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് എൻ ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനി മാനുഫാക്ചറിങ് എൻ എയർക്രാഫ്റ്റ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനി ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ മാർക്കിംഗ് ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനി മാനുഫാക്ചറിങ് എൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാബിനറ്റ് അപ്രൂവ്സ് ഇകോട്ട് ഫേസ് 3 for 4 years. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഫേസ് 3 ഓഫ് ഇകോട്ട് പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. ഇത് അനദർ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ മോഡേണൈസ് ചെയ്യിക്കുന്നതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇത്. ഒരു സബ്സ്റ്റാൻഷ്യൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്, 7,210 കോടി രൂപ. ഇനീഷ്യൽ എയിം എന്ന് പറയുന്നത് അതിൻ്റെ കോട്ടിൻ്റെ എഫിഷ്യൻസിയും ആക്സസിബിലിറ്റിയും എൻഹാൻസ് ചെയ്യിക്കുക, അതിനുവേണ്ടി ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. നെക്സ്റ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ടു ബി സിംഗിൾ ഡോക്യുമെന്റ് ഫോർ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, ജോബ്സ് ഫ്രം നെക്സ്റ്റ് മന്ത്. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ്സിനെ ഒരു എസെൻഷ്യൽ സർവീസ് ആയിട്ട്
കൺസിഡർ ചെയ്യുക. ഇത് ടേക്ക് എഫക്റ്റ് വരുന്നത് October 1, 2023 മുതലാണ്. ഈ ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെൻമെന്റ് ആക്ട് 2023 കീഴിലാണ് കൊണ്ടുവരുന്നത്. ഇത് ഈ പബ്ലിക് സർവീസ് ഡെലിവറിയിൽ ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Next, India achieves milestone as the 13th nation to issue globally recognized International Organization of Legal Metrology certificates. അപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അതോറൈസ്ഡ് കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. 13ാമത്തെ നേഷനാണ് ഈ ഒരു പദവിയിൽ എത്തുന്നത്. അപ്പോൾ ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് യൂണിയൻ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയാണ് സെപ്റ്റംബർ 14 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ മെറ്റീരിയോളജിക്കൽ കാപ്പബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. Next, Bay Systems L&T join hands to bring all-terrain vehicles to India. Global Defense Security Company Bay Systems ഇന്ത്യയുടെ ലാർസൻ ആൻഡ് ടോബ്രോ ഒരു ഇന്ത്യൻ ഡിഫൻസ് ലാൻഡ്സ്കേപ്പിനെ റെവല്യൂഷണൈസ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ പാർട്ണർഷിപ്പ് എയിം ചെയ്യുന്നത് വേൾഡ് ലീഡിംഗ് ആയിട്ടുള്ള ആർട്ടിക്കുലേറ്റഡ് ഓൾ ടെറൈൻ വെഹിക്കിൾസ്, അതിന് BVS-10 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, എയർ ഇന്ത്യാസ് പ്രൊജക്ട് അഭിനന്ദൻ എൻഹാൻസിംഗ് പാസഞ്ചർ എക്സ്പീരിയൻസ്. എയർ ഇന്ത്യയുടെ വൺ ഓഫ് ദ ഇന്ത്യയുടെ പ്രോമിനന്റ് എയർലൈൻസ് ആണ്. അവർ പ്രൊജക്ട് അഭിനന്ദൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പുതിയ